ഹലോ നമ്മളൊക്കെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആണ് അഴിമതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കിടയിലും പ്രത്യേകിച്ച് മന്ത്രിമാർക്കിടയിലൊക്കെ അഴിമതി ആരോപണങ്ങൾ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണാറുണ്ട്. ഇങ്ങനത്തെ ഒരു വിഷയം ലോകത്തിൽ തന്നെ പലപ്പോഴും പല മന്ത്രിമാരുടെയൊക്കെ സ്ഥാനചലനങ്ങൾക്കും കാരണമാകാറുണ്ട്. ഈ സമയത്താണ് അൽബേനിയ എന്ന കൊച്ചു രാജ്യം പുതിയൊരു AI മിനിസ്റ്ററുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഡിയെല്ല എന്ന പേരുള്ള ഒരു AI മിനിസ്റ്റർക്കാണ് അൽബേനിയൻ ഗവൺമെൻറ് അംഗീകാരം കൊടുത്തിരിക്കുന്നത്. ഏകദേശം ക്യാബിനറ്റ് പദവിയോടുകൂടി തന്നെ കൃത്യമായിട്ട് അഴിമതി വിമുക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ആളുകളോടുള്ള ഇൻട്രാക്ഷൻസൊക്കെ വളരെ പൊളൈറ്റായിട്ട് വളരെ കൃത്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതിൽ ഒരു തരത്തിലുള്ള അഴിമതിയുടെ കറകളും ഇല്ലാതെ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഡിയെല്ല എന്നുള്ള ഈ ഒരു റോബോട്ടിക് മിനിസ്റ്റർക്ക് അല്ലെങ്കിൽ ഒരു AI മിനിസ്റ്റർക്ക് അൽബേനിയൻ സർക്കാർ അംഗീകാരം കൊടുത്തിട്ടുള്ളത്. മിനിസ്റ്റർ ഫോർ പബ്ലിക് പ്രൊക്യൂർമെൻറ്റ് എന്നുള്ള ഒരു പദവിയിൽ ക്യാബിനറ്റ് ലെവൽ റാങ്കൊക്കെ ഉള്ള ഒരു വിർച്വൽ അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിലാണ് ആദ്യം ഡേയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ളൊരു ഈ അൽബേനിയ പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ആളുകളെ സഹായിക്കാനും പബ്ലിക് പ്രൊക്യൂർമെൻറ്റിലും ഗവൺമെൻറ് ടെൻഡേഴ്സിലും ഒക്കെ 100% കറപ്ഷൻ ഒഴിവാക്കുക എന്നുള്ളൊരു പർപ്പസിലേക്കാണ് ഡിയെല്ല എന്നുള്ള ഈ ഒരു AI മിനിസ്റ്റർ വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് മുന്നോട്ട് വെക്കുന്ന ചില എത്തിക്കൽ കൺസേൺസും ഉണ്ട്. കൃത്യമായിട്ട് ഒരു ലീഗൽ സ്റ്റേറ്റസ് ഓഫ് ദി AI മിനിസ്റ്റർ എന്തായിരിക്കും, അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോൾ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിലൊക്കെ ചില കൺസേൺസ് ഒക്കെ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന AI എത്തിസ്റ്റുകൾ ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്ന സംഗതിയാണ്. പ്രത്യേകിച്ച് കറപ്ഷനൊക്കെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ, ഒരു AI മിനിസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ കറപ്ഷൻ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആശങ്കയുമാണ് ഇതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി എന്നുള്ള സംഗതി. ഇത്തരത്തിലുള്ള ഒരു AI മിനിസ്റ്റർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ ഹൂ വിൽ ബി ആൻസറബിൾ എന്നുള്ള സംഗതി, ഇതും AI എത്തിക്സിലെ മറ്റൊരു പുതിയ ചോദ്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. AI യുമായും റോബോട്ടിക്സുമായും ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പുതിയ അപ്ഡേറ്റുകൾക്കായി എഡ്യൂടെക്സിയുടെ ചാനൽ ഫോളോ ചെയ്യുക.